അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാരപ്പറമ്പിലെ ദോശക്കടയിലേക്ക് വന്നു. ഇവിടുത്തെ ദോശയും ചട്നിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് പുറത്ത് നല്ല തിരക്കായിരുന്നു. അങ്ങനെ പുറത്ത് ജെല്ലുകൂട്ടിലിരിക്കുന്ന ചായക്കടികളൊക്കെ ഒന്ന് നോക്കി. പക്ഷേ ഇത് കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് ഇരിക്കാൻ പറ്റണേ എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറമെ തന്നെ ഒരു ജ്യൂസിൻ്റെ സ്റ്റോളുണ്ട്. ചായയും കാപ്പിയൊക്കെ ഇവിടെ നിന്നാണ് കുക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് തരുന്നത്. അങ്ങനെയാണ് ഇത് ദോശക്കടേൻ്റെ ഇൻസൈഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്തു. 2-3 പൈപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ ചെയറിലേക്ക് വന്നിരുന്ന സമയത്ത് മുമ്പിൽ കാണാൻ വല്ല റെസിപ്റ്റോ അങ്ങനെ ഉണ്ടോ നോക്കിയപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് മെനു കാർഡ് കിട്ടി. ഒരു നല്ലൊരു സ്റ്റീൽ ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഇൻസൈഡ്. കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെനു ഒക്കെ നോക്കി. ഞാൻ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും മെനു ഒക്കെ നോക്കും. പക്ഷേ ബിരിയാണിയാണെങ്കിൽ ബിരിയാണി, ചോറാണെങ്കിൽ ചോറ്, ദോശയാണെങ്കിൽ ഗീ റോസ്റ്റ്. ഇതാണ് സ്ഥിരം പരിപാടി. അങ്ങനെ ഞങ്ങൾ ഗീ റോസ്റ്റും ഓർഡർ ചെയ്തു. പിന്നെ ബാക്കി 2 പേരും വേറെ എന്തോ ഒരു ഗോബി ദോശയോ അങ്ങനെ എന്തോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കാപ്പിയാണ് പറഞ്ഞത്. ഒരു ചെറിയൊരു ജഗ്ഗിലാക്കിയിട്ട് നമുക്ക് എന്ത് തരും, അവിടെ സാമ്പാർ തരും, സൈഡിൽ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടിയ വഴിക്ക് ഞാൻ അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. തിന്ന് കുമ്പം നിറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നു പോയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തിന്ന് പൈസയും കൊടുത്തിട്ട് വന്നു.